ഹലോ ഫ്രണ്ട്സ്, ഒരാൾ സ്വർണ്ണക്കടയിൽ പോകുന്നു, സ്വർണം വാങ്ങുന്നു, അയാൾ പാതി വിലയ്ക്ക് വെക്കുന്നു. അങ്ങനെ വിറ്റ് വിറ്റ് തന്നെ അയാൾ ഒരു ലക്ഷാധിപതിയായി. ഇതെങ്ങനെയെന്ന് അറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. ഈ വീഡിയോ സ്വർണ്ണപ്പണയത്തിനെ പറ്റിയാണ്. അതായത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സ്വർണ്ണം ഉണ്ടാവും. ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസകൾ ഉണ്ടാകുമ്പോൾ സമയത്തോ നമ്മൾ സ്വർണ്ണം വാങ്ങി കൂട്ടിയിരിക്കുന്നത്. ആ സ്വർണ്ണം നമുക്കൊരു പെട്ടെന്നൊരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഒരു കടം ചോദിച്ചു കഴിഞ്ഞാൽ ആരും തരാനുണ്ടാവില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് ഈ സ്വർണ്ണം പണയം വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ പൈസ കിട്ടും. കാരണം വേറെ ഡോക്യുമെന്റോ ഒന്നും ഒരു അതുമില്ല. പെട്ടെന്ന് തന്നെ ബാങ്കിൽ നിന്നാലും ശരി ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ പെട്ടെന്ന് കിട്ടും. അത് കാരണം പലവരും നല്ല ഏജസ്സുള്ള എല്ലാവരും സ്വർണ്ണം പണയം പെട്ടെന്ന് കൊണ്ട് വയ്ക്കും. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ ദോഷമെന്ന് ചോദിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ നമ്മളൊരു പവൻ സ്വർണ്ണമുണ്ട്, അതിനെ കൊണ്ട് നേരെ നമ്മൾ ബാങ്കിൽ അവിടെ കൊണ്ട് വയ്ക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞാൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മാസം ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ 12 മാസം വെച്ച് നമ്മൾ അടയ്ക്കണം പറഞ്ഞാൽ നമ്മൾ അടച്ചു പോകുന്നത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ഇതിന്റെ പലിശ മാത്രമായിട്ട് അടയ്ക്കുന്ന ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ ഓരോ മാസം പലിശ അങ്ങനെ അടച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം ഇതാകുമ്പോൾ ഈ സ്വർണ്ണം എടുക്കാൻ പറ്റില്ല. പിന്നെ ചില ആൾക്കാരുണ്ട് പലിശ പോലും അടയ്ക്കില്ല. കാരണം കയ്യിൽ വേറെ പൈസ ഇല്ലാത്ത കാര്യം, അതിനുള്ള വരുമാനം ഇല്ലാത്ത കാരണം അവർ അടയ്ക്കാതെ വിട്ടിരിക്കും. അവസാനം ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് ബാങ്കിൽ പോകുമ്പോൾ രണ്ടുപേരുടെ സ്ഥിതി എന്താ ചോദിച്ചാൽ ഒരാൾ പലിശ അടച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് മുതൽ കൊടുത്തിട്ട് ഈ സാധനം നമ്മൾ വച്ച സ്വർണ്ണം എടുക്കാൻ വഴിയില്ല. മറ്റവർക്ക് പലിശയും അടച്ചിട്ടില്ല, ഈ മുതലും ഇല്ല. അപ്പോൾ ഇവർക്ക് വലിയൊരു എമൗണ്ട് അവിടെ കിടക്കുന്നു. ഇവരാണെങ്കിൽ പണിയെടുത്ത പൈസ മൊത്തം പലിശയായി ഇവിടെ അടച്ചു തീർത്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ രണ്ടുപേർക്ക് സ്വർണ്ണം എടുക്കാൻ വഴിയില്ല. പക്ഷെ ഇങ്ങനെ സ്വർണ്ണം വെച്ചത് എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ പലിശയും മുതലിലെ കുറച്ച് ഭാഗവും 12 രൂപ അടയ്ക്കണം പറഞ്ഞാൽ 12 മാസം കൊണ്ട് നമ്മൾ മുതലിലെ കുറച്ച് പൈസയും കൂടി ചേർത്തിട്ട് വേണം അവിടെ ബാങ്കിൽ അടച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ 12ാമത്തെ മാസം ഇല്ലെങ്കിൽ ഈ ബാങ്കിൽ നമ്മൾ എത്ര മാസത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടവ് കറക്റ്റ് അവസാനിക്കുന്ന സമയത്ത് ഈ മുതൽ നമ്മുടെ കയ്യിൽ നമ്മൾ വെച്ച സ്വർണ്ണം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഇല്ലാതെ ഈ ലെവലിൽ പോയി കഴിഞ്ഞു പറഞ്ഞാൽ അവർ അവസാനം എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഈ സ്വർണ്ണം എടുക്കാൻ വഴിയില്ല, ഈ പലിശ അടയ്ക്കാൻ വഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും ചോദിച്ചാൽ ഇതിന് പുതുക്കി വെക്കും. കാരണം ഇത് ഒരു വർഷത്തിനുള്ളിൽ സ്വർണ്ണത്തിന് വില കൂടില്ല. അപ്പോൾ ഇതൊന്ന് പുതുക്കി വെക്കുമ്പോൾ കുറച്ച് പൈസ കിട്ടും. ഈ ഒരു ഭാഗത്തുള്ളവർ എന്താ ചോദിച്ചാൽ ഈ പലിശ അടച്ച് ബാക്കി പൈസനെ കയ്യിൽ വാങ്ങും. ഇവര് പലിശ നേരത്തോട്ട് അടച്ചിട്ടുള്ളത് കാരണം മുതലിൽ അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പുതുക്കി വെച്ചിട്ട് ബാക്കി പൈസ അങ്ങനെ എടുത്തിട്ട് ഇവർ വേറെ ഏതെങ്കിലും വഴിക്ക് ചിലവാക്കി കളയും. അതുകൊണ്ട് ഈ രീതിയിൽ ഇങ്ങനെ ഓരോ വർഷം കൂടെ അല്ലെങ്കിൽ ഒരു 6 മാസം എത്ര വെച്ച് നമ്മൾ വെച്ചിട്ട് പറഞ്ഞാൽ ഇതിങ്ങനെ പുക ഈ രണ്ട് കൂട്ടർ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പുതുക്കിക്കൊണ്ടിരിക്കുകയല്ലാണ്ട് ഈ സ്വർണ്ണം എടുക്കാനുള്ള വഴിയില്ല. ഈ സ്വർണം മാത്രമല്ല, ഇവർക്ക് വേറെയും കാര്യങ്ങളുണ്ടാവും. പല മേഖലയിൽ നിന്നും ഫൈനാൻസുകളിൽ നിന്നൊക്കെ കടമെടുത്തിട്ടുണ്ടാവും, ലോണും ഫണ്ടിൽ നിന്നാലും ശരി വേറെ എവിടെ നിന്നാലും ശരി. അപ്പൊ നമുക്ക് അതിനുള്ള വരുമാനവും ഇല്ല. വരുമാനം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ അതിനുള്ള വരുമാനവും ഇല്ല. ഇങ്ങനെ പോകുമ്പോൾ എന്താ ചെയ്യും, ഈ കടങ്ങൾ നീട്ടാൻ പറ്റാതെയാവുകയും ചെയ്യും. ഈ സ്വർണവും അതനുസരിച്ച് വേറെന്തായാലും ശരി അത് എന്താ കൈവിട്ട് പോകും. അത് തന്നെയാണ് അവസ്ഥ. എന്നെ ചോദിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ പണയപ്പെടുത്തുന്ന സ്വർണ്ണം പണയം വെക്കുന്നതിനേക്കാൾ നല്ലത് നേരെ കൊണ്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇന്നത്തെ സ്വർണ്ണ റേറ്റ് അനുസരിച്ച് ഏകദേശം ഒരു 65,000 രൂപയോളം സ്വർണ്ണത്തിന് വിലയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്വർണ്ണം ഒരു ബാങ്കിലോ ഞാൻ വെക്കാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 45,000 അതൊക്കെ കിട്ടുള്ളൂ. നേരെ ഒരു സ്വർണ്ണക്കടയിൽ കൊണ്ട് വിറ്റ് കഴിഞ്ഞു പറഞ്ഞാൽ ആ സ്വർണ്ണത്തിന് എന്ത് വിലയുണ്ടോ അത് വില ആ പൈസ മൊത്തം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടക്കും ചെയ്യും. കടവില്ല, നമുക്ക് വേറെ കടവേ ആയിട്ടില്ലല്ലോ. ഈ സ്വർണ്ണം കയ്യിൽ നിന്ന് പോയി. പക്ഷെ ബാങ്കിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ പറ്റാതെ കുറെ പലിശ അടച്ചിട്ട് ആ സ്വർണ്ണം വെറുതെ പലിശയും പാടുപെട്ട പൈസയും വെറുതെ പോവുകയാണ്. ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്വർണ്ണം വിറ്റ് നമുക്ക് കുറച്ച് പൈസ കൈ അടച്ചു നമ്മുടെ ഈ കാര്യം നടത്തി. ഇപ്പൊ നമുക്ക് ബാങ്കിൽ വെച്ചപ്പോൾ നമുക്ക് 45,000 കിടച്ചുള്ളൂ, വിറ്റപ്പോ 65,000 കിടച്ചു. 20,000 രൂപയോളം അധികം കിടച്ചല്ലോ. അപ്പോ ഇത് ശരിക്കും പറഞ്ഞു ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഇത് കടവില്ലാതെയായി. മറ്റേത് പറഞ്ഞാൽ നമ്മളെ പണിയെടുത്ത പൈസനെ കൊണ്ട് അവിടെ അടയ്ക്കുകയും ചെയ്യുന്നു. ഈ 20,000 രൂപ അധികം കിടക്കേണ്ട അതും പോയി, ഈ സ്വർണവും പോയി. ആകെ കൂടി നഷ്ടമാണ്. അവരും പിന്നെ തിരിച്ച് വല്ല കാര്യമില്ല. ഒരാൾ സഹായം ചോദിച്ചുകൊണ്ട് വരുന്നു, പൈസക്ക് ആവശ്യം വന്നു വരും. അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാൻ നമ്മുടെ ഇല്ല. പക്ഷെ അവരെന്ത് അങ്ങനെയുള്ള ആൾക്കാരാണ് ചോദിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ എല്ലാവരും കൊണ്ട് കടം വാങ്ങി പരമാവധി ബാങ്കുകളിൽ നിന്നൊക്കെ ലോൺ കൊടുത്ത് അല്ലെങ്കിൽ സ്വർണ്ണ വില ഉണ്ട് പറഞ്ഞാൽ ഒക്കെ പണയപ്പെടുത്തുകയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വിറ്റ് അങ്ങനെ അവർ നല്ലൊരു കടക്കണിപ്പെട്ട ഒരാളാണ് വരുന്നത്. പക്ഷെ അവര് നമ്മുടെ ബന്ധുക്കാരോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. അല്ലാതെ വെറുതെ വഴിക്കൂടെ പോണവർ നമ്മളെ കൊണ്ട് ചോദിച്ചു വരില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മളെ സഹായിക്കാതിരിക്കാൻ നമുക്ക് വേറെ വഴിയുമില്ല. അപ്പൊ നമ്മുടെ കുറച്ച് സ്വർണ്ണമുണ്ട്, നമ്മൾ അവരുടെ കൊടുക്കണം. പക്ഷെ ഇവര് കടത്തി മുങ്ങി നിൽക്കുന്ന ആളാണ്. പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്വർണ്ണം പണയം വെക്കാൻ വേണ്ടി വലിയ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുത്ത് തരാൻ ഇതിനെക്കൊണ്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ സ്വർണ്ണം കൊടുക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് വേണം കൊടുക്കാൻ. നമ്മൾ ഇതൊക്കെ ഈ സ്വർണ്ണം ഉണ്ടാക്കാൻ വേണ്ടി നല്ലപോലെ അധ്വാനിച്ച് ഒരു ഉറുപ്പിക ചെലവാക്കാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. ഇതിനെ വെറുതെ ഒരാൾക്ക് എടുത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിനെ കൊണ്ട് നമ്മൾ തിരിച്ച് ചോദിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ എന്താവും ചോദിച്ചാൽ നമ്മൾ തമ്മിലുള്ള വഴക്കുമാകും. ബന്ധം ഇത്ര കാലമുള്ള ബന്ധവും പോകും. ഇല്ല എന്ന് പറഞ്ഞാൽ അതോടെ കഴിഞ്ഞു ഈ ബന്ധം. പിന്നെ അത് മുറിയാനോ ഭയങ്കര ഇതാണ്. കാരണം അത്യാവശ്യം അവർക്ക് ചെറിയ കടവുള്ളൂ, ഒരു കുറച്ച് വരുമാനമുള്ള ആളാണ്. ഒരു അത്യാവശ്യ ഘട്ടത്തിന് ചോദിച്ചു വന്നാണ് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അവർ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ആൾക്കാരെ സഹായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഇത് നമ്മൾ കൊടുത്തത് അത് പൈസ ആയാലും ശരി സ്വർണ്ണമായാലും ശരി ഏത് രീതി കൊടുത്താലും അത് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നതേ ഇല്ല. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ?
അപ്പോൾ അതിന് മുമ്പ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരാൾ സ്വർണം വാങ്ങുന്നു, പാതി വിലയ്ക്ക് വിറ്റിട്ട് അയാൾ ലക്ഷാധിപതിയായി എന്നുള്ളത്. പക്ഷെ അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ, അയാൾ നേരത്തെ ഒരു കോടീശ്വരനായിരുന്നു. അപ്പോൾ അയാൾ ഒരു 10 കോടി രൂപയ്ക്ക് സ്വർണം വാങ്ങിയാൽ അയാൾ 5 കോടി രൂപയ്ക്ക് വിൽക്കും. അങ്ങനെ വിറ്റ് കഴിഞ്ഞു പറഞ്ഞാൽ അയാൾക്ക് പിന്നെ കയ്യിലുള്ള പൈസയൊക്കെ പോകുമല്ലോ. അങ്ങനെയാണ് അയാൾ ലക്ഷാധിപതിയായത്. തെറി പറയാൻ വരട്ടെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഇതുപോലെയാണ് ഈ ഗോൾഡ് ലോൺ. നമ്മുടെ കയ്യിലുള്ള സ്വർണം നമ്മൾ കൊണ്ട് വെച്ച് നമ്മൾ അവസാനം കടക്കണിയിലായി നമ്മളൊരു പിച്ചക്കാരനായി മാറും. അത് കാരണം ചിന്തിച്ച് ചെയ്യുക. സ്വർണ്ണം കയ്യിലുണ്ടോ, നേരെ വിൽക്കാൻ പറ്റിയാണ് പറഞ്ഞാൽ അതിന് കുറച്ചെങ്കിലും കുറച്ചുകൊണ്ട് വിറ്റുക, നമ്മുടെ കടങ്ങൾ തീർക്കുക, മറ്റുള്ള കടങ്ങൾ ഒതുക്കി തീർക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇല്ലാണ്ട് കടങ്ങൾ കൂട്ടി വയ്ക്കുകയല്ലേ ചെയ്യേണ്ടത്. കടങ്ങൾ ഇല്ലാതെയാക്കി തീർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ വരുമാനത്തിന് അനുസരിച്ചായിരിക്കണം നമ്മൾ ചെലവ് ചെയ്യേണ്ടത്. അസുഖങ്ങളൊക്കെ വന്നിട്ട് വേറെ വഴിയില്ലാതെ പോയി കിടക്കണമെങ്കിൽ വീടിന് കുഴപ്പമില്ല. ആഡംബരത്തിന് വേണ്ടി കടങ്ങൾ വരുത്തി വെക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.